സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ഒരു നാൾ ഞാൻ എത്തുമെൻ പ്രിയരേ, പ്രിയനേശു പണിയുന്ന സ്വന്ത വീട്ടിൽ. ഒരു നാൾ ഞാൻ എത്തുമെൻ പ്രിയരേ, പ്രിയനേശു പണിയുന്ന സ്വന്ത വീട്ടിൽ. എന്നുടെ പേർക്കുള്ള വീട്ടിൽ പ്രിയന്റെ കൂടെന്നും വാഴുവാൻ. എന്നുടെ പേർക്കുള്ള വീട്ടിൽ പ്രിയന്റെ കൂടെന്നും വാഴുവാൻ. ഒരു നാൾ ഞാൻ എത്തുമെൻ പ്രിയരേ, പ്രിയനേശു പണിയുന്ന സ്വന്ത വീട്ടിൽ. കണ്ണീരില്ല, മുറവിളിത്തെല്ലും ഇല്ല, വേദനയില്ല, അവിടെ ആകുലമില്ല. കണ്ണീരില്ല, മുറവിളിത്തെല്ലും ഇല്ല, വേദനയില്ല, അവിടെ ആകുലമില്ല. എല്ലാരും എപ്പോഴും ആമോദത്തിൽ വാഴുന്ന സന്തോഷ നാട്ടിലെത്തുമേ. എല്ലാരും എപ്പോഴും ആമോദത്തിൽ വാഴുന്ന സന്തോഷ നാട്ടിലെത്തുമേ. ഒരു നാൾ ഞാൻ എത്തുമെൻ പ്രിയരേ, പ്രിയനേശു പണിയുന്ന സ്വന്ത വീട്ടിൽ. കണ്ടിടും ഞാൻ നാഥന്റെ പൊന്മുഖത്തെ, ചാരും ഞാനാ തിരുമാർവിൽ. കണ്ടിടും ഞാൻ നാഥന്റെ പൊന്മുഖത്തെ, ചാരും ഞാനാ തിരുമാർവിൽ. മുത്തിയിടും ഞാനെന്ന കരതാരിലായി, വാഴും ഞാൻ കോടിയുഗം യേശുവിൻ കൂടെ. മുത്തിയിടും ഞാനെന്ന കരതാരിലായി, വാഴും ഞാൻ കോടിയുഗം യേശുവിൻ കൂടെ. ഒരു നാൾ ഞാൻ എത്തുമെൻ പ്രിയരേ, പ്രിയനേശു പണിയുന്ന സ്വന്ത വീട്ടിൽ. ഒരു നാൾ ഞാൻ എത്തുമെൻ പ്രിയരേ, പ്രിയനേശു പണിയുന്ന സ്വന്ത വീട്ടിൽ. എന്നുടെ പേർക്കുള്ള വീട്ടിൽ പ്രിയന്റെ കൂടെന്നും വാഴുവാൻ. എന്നുടെ പേർക്കുള്ള വീട്ടിൽ പ്രിയന്റെ കൂടെന്നും വാഴുവാൻ.
സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സത്യം സത്യമായി എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ദൈവവചനത്തിലേക്ക് തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ളൊരു ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ട് കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളെ അയച്ച് പത്രോസ് എന്നു മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു. അവൻ്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തൻ്റെ വേലക്കാരിൽ 2 പേരെയും തൻ്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായൊരു പടയാളിയെയും വിളിച്ചു സകലവും വിവരിച്ച് പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യനാണ് കൊർന്നല്യോസ്. എൻ്റെ സന്ദേശത്തിൻ്റെ പ്രമേയം ഭക്തനും രക്ഷ ആവശ്യമാണ്. പലരും ധരിച്ചിരിക്കുന്നത് ഞാൻ ഭക്തനാണല്ലോ, എനിക്ക് രക്ഷ ആവശ്യമുണ്ടോ? രക്ഷ ആവശ്യമുള്ളത് പാപികൾക്കും ദുഷ്ടന്മാർക്കുമല്ലേ? എനിക്ക് രക്ഷ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് കൊർന്നല്യോസിന് പറയുവാനായിട്ടുള്ള മറുപടി എന്നുള്ളത് ഭക്തനും രക്ഷ ആവശ്യമാണ്. കൊർന്നല്യോസിനെ പോലെ ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ വളരെ ചുരുക്കമാണ്. കൊർന്നല്യോസിനെ കുറിച്ച് പറഞ്ഞു വരുന്നത് അവൻ ഒരു ശതാധിപനാണ്. ശതാധിപൻ എന്ന് വെച്ചാൽ 100 പേർക്ക് അധിപൻ എന്നാണ് അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. രണ്ടാമതായിട്ട് അവനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവൻ ഭക്തനാണ്. ഭക്തൻ മാത്രമല്ല, തൻ്റെ സകല ഗ്രഹത്തോടും ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അതുമാത്രമല്ല, വളരെ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു കൊർന്നല്യോസ്. കൂടാതെ തന്നെക്കുറിച്ച് പറഞ്ഞു വരുന്ന മറ്റൊരു പ്രത്യേകത എന്നുള്ളത് താൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ് എന്നുള്ളതാണ്. സാധാരണ ഒരു പ്രാർത്ഥനയല്ല താൻ പ്രാർത്ഥിക്കുന്നത്. താൻ ഒരു പട്ടാള മേജറാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ. തൻ്റെ പരേഡ് കഴിഞ്ഞ് വരുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കുന്ന സമയത്ത് താൻ എന്താണ് ചെയ്യുന്നത്? താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരുവനായിട്ട് നിൽക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് കൊർന്നല്യോസിനോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എത്ര വലിയ ഒരു അംഗീകാരമാണ്, എത്ര വലിയൊരു പ്രസ്താവനയാണ്, എത്ര ഗൗരവമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ദൂതൻ പിന്നീട് പറയുകയാണ്, നീ പോയി പത്രോസിനെ വിളിച്ച് ദൈവം നിന്നോട് പറയുന്ന സന്ദേശം നീ കേൾക്കണം. ദൈവം നിന്നോട് കൽപ്പിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള സന്ദേശം നീ ശ്രവിക്കണം. ഈ പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, നീയും നിന്റെ ഗ്രഹവും രക്ഷ പ്രാപിക്കുവാനായിട്ടുള്ള സന്ദേശം അവൻ നിന്നോട് അറിയിക്കും. ഇത്രയ്ക്കും ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, തൻ്റെ സകല ഗ്രഹത്തോടും ദൈവത്തെ ഭയപ്പെടുന്നവനായിരിക്കുന്ന ഒരു മനുഷ്യൻ, തനിക്ക് രക്ഷ ആവശ്യമാണ്, താൻ രക്ഷിക്കപ്പെടണം എന്നാണ് ദൂതൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, താൻ ഇത്രയ്ക്കും ഭക്തനായിട്ടും തനിക്ക് രക്ഷ ആവശ്യമാണ് എന്ന് സ്വർഗത്തിലെ ദൂതൻ തന്നോട് പറയുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ ഇപ്രകാരം പറയുന്നു, നീതിമാൻ ആരും ഇല്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കി കളഞ്ഞു. അങ്ങനെയിരിക്കെ നാം ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും നല്ല പ്രവൃത്തികളും ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് അത് കറപുരുണ്ട തുണി പോലെ അത്രേ എന്നാണ്. അപ്പോൾ ദൂതൻ വന്ന് കൊർന്നല്യോസിനോട് പറയുകയാണ്, നീ പത്രോസിനെ വിളിച്ച് രക്ഷയെക്കുറിച്ചുള്ള സന്ദേശം അവൻ നിന്നോട് പറയും. നീ എന്ത് ചെയ്യണം? നീ അത് കേൾക്കണം. അവിടെ ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എങ്ങനെയാണ്? കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ഇറങ്ങി വന്നവനായിരിക്കുന്ന ഈ ദൂതന്
രണ്ട് വാക്ക് സുവിശേഷം പറയുവാനായിട്ട് കഴിവില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ പറഞ്ഞാൽ ആരും കേൾക്കാഞ്ഞിട്ടോ ഒന്നുമല്ല. പത്രോസ് പ്രസംഗിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഗബ്രിയേൽ ദൂതൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ. പത്രോസ് പ്രസംഗിക്കുന്നതിനേക്കാൾ ആളുകൾ ഇളകുമായിരുന്നു ഗബ്രിയേൽ എന്ന ദൂതൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ ഗബ്രിയേൽ ദൂതനാണ് വരുന്നതെങ്കിൽ ഈ ലോകത്തിലുള്ള സകല ആളുകളും ഈ ദേശത്തേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. അതിൻ്റെ കാരണം സ്വർഗീയ ദൂതൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ജനങ്ങൾ തടിച്ചുകൂടും. എന്നാൽ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിനെ വിളിക്കുവാനായിട്ടാണ് സ്വർഗത്തിലെ ദൈവം തന്നോട് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് സ്വർഗത്തിലെ ദൂതന് പ്രസംഗിക്കുവാനായിട്ട് കഴിയാതിരുന്നത്? അതിൻ്റെ മറുപടി എന്നുള്ളത്, സ്വർഗത്തിലെ ദൂതന് വേണ്ടിയിട്ടല്ല കർത്താവായ യേശുക്രിസ്തു മരിച്ചത്. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ആണ് കർത്താവ് മരിച്ചത്. യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം എനിക്ക് നൽകിയ അവകാശമാണ് ഞാൻ നിറവേറ്റുന്നത്. ഗബ്രിയേലിനോ മിഖായേലിനോ കിട്ടാത്ത ആ വലിയ ഭാഗ്യം ദൈവം നമ്മെയാണ് വരമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. പ്രിയപ്പെട്ടവർ, ഇത് പറയുമ്പോൾ നമ്മുടെ ഹൃദയം വളരെ സന്തോഷത്താൽ നിറയുകയാണ്. ഗബ്രിയേലിനോ മിഖായേലിനോ ലഭിക്കാത്ത ഈ വലിയ സന്തോഷം, ഈ വലിയ അവകാശം, ഈ വലിയ ദൗത്യം ദൈവം നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നീട് 3 പേരെ യാത്രയയച്ചു. 32 മൈലാണ് യോപ്പയിലേക്കുള്ള ദൂരം. അവിടെ യാത്ര ചെയ്ത് അവർ പത്രോസിനെ കണ്ടു. പത്രോസിനോട് കാര്യങ്ങളെ വിവരിച്ചു. പത്രോസ് തിരിച്ച് അവരോടുകൂടെ പോന്നു. വന്നപ്പോൾ പത്രോസ് കണ്ട കാഴ്ച എന്നുള്ളത്, കൈസരിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾ ഭയങ്കരമാണ്. ഒരുപാട് ജനങ്ങളാണ് തൻ്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പത്രോസിനെ കണ്ടപ്പോൾ കൊർന്നല്യോസ് തൻ്റെ കാൽക്കിലേക്ക് വീണു. പത്രോസ് പറയുകയുണ്ടായി, ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്, എന്നെയല്ല നമസ്കരിക്കേണ്ടത്, ദൈവത്തെ നമസ്കരിക്കണം. പത്രോസ് കൊർന്നല്യോസിനോട് ചോദിച്ചു, എന്താണ് കാര്യം? കൊർന്നല്യോസ് ഇപ്രകാരം മറുപടി പറഞ്ഞു, ദൈവം നിന്നിലൂടെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കണം. പത്രോസ് അതനുസരിച്ച് സംസാരിക്കുവാനായിട്ട് തുനിഞ്ഞു. പത്രോസ് വായ് തുറന്നു പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. പത്രോസിൻ്റെ പ്രസംഗം നാം സസൂക്ഷ്മം വീക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടാണ് പത്രോസിൻ്റെ പ്രസംഗം പുരോഗമിക്കുന്നത്. തനിക്ക് പറയുവാനായിട്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ അടുക്കും ചിട്ടയുമായിട്ട് താൻ അങ്ങനെ ഓരോരോ പോയിന്റുകൾ അണിനിരത്തിക്കൊണ്ട് അങ്ങനെ സംസാരിക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. പത്രോസ് ഇപ്രകാരം പറഞ്ഞു, മുഖപക്ഷം ഇല്ലാത്തവനായിരിക്കുന്ന ക്രിസ്തു, ദൈവത്തിന് മുഖപക്ഷം ഇല്ല. എങ്ങനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരണം, യേശുവിൻ്റെ അടുക്കിലേക്ക് എപ്പോൾ വരണം, എങ്ങനെ വരണം എന്നൊരു വ്യവസ്ഥ ഒന്നില്ല. ഇത്ര നാൾ ഉപവസിച്ചിട്ട് മാത്രമേ യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാവൂ എന്നൊന്നും വ്യവസ്ഥയില്ല. ഏത് മതത്തിൽപ്പെട്ട ആളുകളെയും, ഏത് ജാതിയിൽപ്പെട്ട ആളുകളെയും, ഏത് നിറത്തിൽപ്പെട്ട ആളുകളെയും, ഏത് കുലത്തിൽപ്പെട്ട ആളുകളെയും ദൈവം സ്നേഹിക്കുന്നു. ഏതൊരുവനും ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരാം. നിങ്ങളുടെ ഉള്ള അവസ്ഥയിൽ ദൈവത്തിൻ്റെ മുമ്പാകെ കടന്നു വരികയാണെങ്കിൽ അവൻ അതേപടി നമ്മെ സ്വീകരിക്കുന്നവനാണ്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു ഉദാഹരണമുണ്ട്, ധൂർത്തനായിരിക്കുന്ന പുത്രൻ്റെ ഉദാഹരണം. ധൂർത്തനായിരിക്കുന്ന പുത്രൻ തൻ്റെ അപ്പൻ്റെ ഭവനം വിട്ട് ദൂരദേശത്തേക്ക് കടന്നുപോയി. തനിക്കുള്ള അവകാശങ്ങൾ മേടിച്ചുകൊണ്ടാണ് താൻ കടന്നുപോയത്. താൻ കടന്നുപോയി തൻ്റെ അവകാശങ്ങൾ മുഴുവൻ, തനിക്ക് കിട്ടിയ സമ്പത്ത് മുഴുവൻ തൻ്റെ കൂട്ടുകാരുമായിട്ട് സന്തോഷിച്ച് അങ്ങനെ ആനന്ദിച്ച് അതിൻ്റെ ആ സമ്പത്തൊക്കെയും താനങ്ങനെ മുടിപ്പിച്ച് കളഞ്ഞു. കുറച്ചു നാൾക്ക് ശേഷം തൻ്റെ അവസ്ഥ വളരെ വികൃതമാക്കപ്പെട്ടു. താൻ ആലോചിച്ചു, തൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് താൻ ഓർത്തു. അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർത്തപ്പോൾ താൻ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അവിടെയുള്ള ദാസന്മാർ എത്ര സുഭിക്ഷമായിട്ടാണ് കഴിയുന്നത്, അവരെത്ര നന്നായിട്ടാണ് കഴിയുന്നത്, ഞാനും എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. താൻ ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു. താൻ അപ്പനെ കാണുമ്പോൾ, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാനായിട്ട് ഞാൻ യോഗ്യനല്ല. നിൻ്റെ ദാസനായിട്ട് എന്നെ എണ്ണയണമേ. താൻ അങ്ങനെ തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോയി. വഴിക്കണ്ണുമായിട്ട് തന്നെ കാത്തു നിൽക്കുന്ന ഒരു പിതാവിനെയാണ് തനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. പിതാവ് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദൂരത്തു നിന്ന് ഈ മകൻ ഇങ്ങനെ കടന്നു വരികയാണ്. ആ മകൻ കടന്നു വരുമ്പോൾ തൻ്റെ അതേ അവസ്ഥയിൽ തന്നെ സ്വീകരിക്കുവാനായിട്ട് ഈ പിതാവിന് താല്പര്യമായി. തൻ്റെ വേഷവിധാനം എന്നുള്ളത് നല്ല വസ്ത്രമായിരുന്നില്ല, നല്ല ഒരു രൂപമായിരുന്നില്ല തൻ്റെത്. വളരെ വികൃതമാക്കപ്പെട്ട, നാറ്റം വമിക്കുന്ന രീതിയിലുള്ള വേഷഭൂഷാദികളായിരുന്നു തനിക്കുണ്ടായിരുന്നത്. എന്നാൽ തൻ്റെ ഉള്ള നിലയിൽ
ആ പിതാവ് തന്നെ സ്വീകരിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ മുഖവിഷമില്ലാത്തവനായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ അവസ്ഥ ഏതുമായിക്കോട്ടെ, ആ അവസ്ഥയിൽ തന്നെ നമ്മെ സ്വീകരിക്കുവാനായിട്ട് തൽപരനായിട്ട് നിൽക്കുന്ന ഒരു കർത്താവിനെയാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ദൈവത്തിന് മുഖപക്ഷം ഇല്ല. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. വിദ്യാഭ്യാസം ഉള്ളവനെയും ഇല്ലാത്തവനെയും ദൈവം സ്നേഹിക്കുന്നു. കറുത്തവനെയും വെളുത്തവനെയും ദൈവം സ്നേഹിക്കുന്നു. കഴിവുള്ളവനെയും ഇല്ലാത്തവനെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ദൈവം ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനാണ്, അനാഥരുടെ ദൈവമാണ്. ഈ ദൈവം നമ്മുടെയും ദൈവമാണ്. നമ്മുടെ ഉള്ള അവസ്ഥയിൽ അവൻ നമ്മെ സ്നേഹിക്കുന്നു. മുഖപക്ഷം ഇല്ലാത്തവനാണ് നമ്മുടെ ദൈവം. പിന്നീട് പത്രോസിൻ്റെ പ്രസംഗം പുരോഗമിക്കുകയാണ്. പത്രോസ് രണ്ടാമതായിട്ട് പറയുന്ന കാര്യമെന്നുള്ളത് അവർ ക്രൂശിച്ചവനായിരിക്കുന്ന ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അടുത്ത് ഒന്ന് പോയിരിക്കുന്നത് നല്ലതാണ്. ഏദനിൽ ആദാമിനെയും ഹവ്വയെയും പുറത്താക്കിയ ശേഷം കറങ്ങുന്ന വാളിൻ്റെ ജ്വാലയാൽ കെരൂബിനെ നിർത്തി. എന്തിനു വേണ്ടിയിട്ട്? അകത്തേക്ക് ആരും കടക്കാതിരിക്കുവാനായിട്ട്. അനേക കാളകളെ ആ വാളിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. അനേക ആടുകളുടെ പ്രാണനെ ആ വാളിൻ്റെ വായ്ത്തലയിൽ വെച്ചു കൊടുത്തു. അനേക കുറുപ്രാവുകളെ ആ വാളിൻ്റെ ജ്വാലയിൽ വെച്ചു കൊടുത്തു. എന്നിട്ടും ഉൾപ്രവേശനം ലഭിച്ചില്ല. അകത്തേക്ക് കടക്കുവാനായിട്ടുള്ള പ്രവേശനം ലഭിച്ചില്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സക്രിയ പ്രവാചകൻ പറയുകയാണ്. സക്രിയ പ്രവാചകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: വാളെ ഉണരുക, ഇടയനെ വെട്ടുക. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ക്രൂശിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മഹത്വം ഒന്ന് ദർശിക്കുകയാണെങ്കിൽ അത് എത്ര നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നാം പോയി നിന്നാൽ, അവൻ്റെ മഹത്വം ഒന്ന് ദർശിച്ചു കഴിഞ്ഞാൽ അത് എത്ര മനോഹരമാണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ, മുഷ്ടി ചുരുട്ടി ഇടിച്ച പാടുകൾ, രോമങ്ങൾ പിഴുതുപറിച്ച പാടുകൾ, കന്നത്തടിച്ചതിൻ്റെ പാടുകൾ. അവൻ്റെ മുഖം ആകെ വിരൂപമാക്കപ്പെട്ടു. അവൻ്റെ തലയിലേക്ക് നോക്കിക്കേ, മുൾമുടി ചൂടിയ ശിരസ്. അവൻ്റെ ശരീരത്തിലേക്ക് നോക്കിക്കേ, ഒഴിവ് ചാട്ടവാറുകൾ കൊണ്ട് ഒഴിവ് ചാൽ പോലെ ആക്കപ്പെട്ട ശരീരം. അവൻ്റെ കൈകാലുകൾ 3 ആണികളാൽ തൂങ്ങപ്പെട്ട് കിടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രിയ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ഞാനും നിങ്ങളും സഹിക്കേണ്ട ആ പാപത്തിൻ്റെ ശിക്ഷ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് വേണ്ടി സഹിച്ചു. അവൻ നമുക്ക് വേണ്ടി ഒരു അകൃത്യയാഗമായി തീർന്നു. നമ്മുടെ കർത്താവിൻ്റെ മരണം സാധാരണ ഒരു മരണമായിരുന്നില്ല. മുഴു ലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. പത്രോസിൻ്റെ പ്രസംഗം വീണ്ടും പുരോഗമിക്കുകയാണ്. പത്രോസ് പിന്നീട് പറയുന്നത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന ക്രിസ്തു. ലോകചരിത്രത്തിൽ മരണത്തെ വെന്ന് ഉയർത്തെഴുന്നേറ്റ വേറെ വ്യക്തിയില്ല. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ഭക്തനായിരിക്കുന്ന പാട്ടുകാരൻ പ്രകാരം പാടുന്നു: ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മുടെ ഉന്നതൻ യേശു മാത്രം അവൻ ഇന്നും വാഴുകയാണ്. പ്രിയപ്പെട്ടവരെ, അനേക മഹാന്മാരുടെ കല്ലറകൾ, കബറിടങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കല്ലറ ഇന്നും തുറന്ന് കിടക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇന്നും ജീവിക്കുന്നു. മഹിമയുടെ വലത്തുഭാഗത്ത് അവൻ ഇന്നും നിൽക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. പിന്നീട് പത്രോസിൻ്റെ പ്രസംഗം പുരോഗമിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രത്യക്ഷനായിരിക്കുന്ന ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു കിഴവിക്കഥയല്ല, ഇത് ആരോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കഥയല്ല, മറിച്ച് ഇത് സത്യമായിരിക്കുന്ന ചരിത്രമാണ്. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ചരിത്രത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് താൻ പറയുകയാണ്, ഞങ്ങൾ കണ്ടതാണ്, ഞാൻ കണ്ടതാണ്, ഞങ്ങൾക്ക് പ്രത്യക്ഷനായിരിക്കുന്ന ക്രിസ്തുവാണ്. അവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷനായിരിക്കുന്നു. ഇത് ഒരു കെട്ടുകഥയല്ല, ഇത് ചരിത്ര സംഭവമാണ്. ഞങ്ങൾക്ക് പ്രത്യക്ഷനായിരിക്കുന്ന ക്രിസ്തു അവൻ അനേകർക്ക് പ്രത്യക്ഷനായി. പിന്നീട് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറയുകയാണ്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം നൽകുന്നവനായിരിക്കുന്ന ക്രിസ്തു. നമ്മുടെ കർത്താവ് പാപമോചനം നൽകുന്നവനാണ്. നമ്മുടെ കർത്താവിൻ്റെ മരണം കേവലം ഒരു മരണം മാത്രമായിരുന്നില്ല, അതൊരു അകൃത്യയാഗമായിരുന്നു. പ്രിയപ്പെട്ടവരെ, തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും
അവൻ പാപമോചനം നൽകുന്നു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. കാരണം എന്താണ്? ഈ കർത്താവ് നിത്യനാണ്, ഈ കർത്താവ് ദൈവമാണ്, ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ മരണത്തെ വെന്ന് മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് അനേകർക്ക് പ്രത്യക്ഷനായി തന്നിൽ വിശ്വസിക്കുന്നവരെ കൈവിടാത്തവനാണ് ഈ കർത്താവ്. ഈ കർത്താവ് ഇന്നും നമ്മെ വിളിക്കുകയാണ്, എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. പാപമോചനം നൽകുവാനായിട്ട്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൃപ നൽകുവാനായിട്ട്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ശക്തി നൽകുവാനായിട്ട് കർത്താവ് ഇന്നും നിങ്ങളെയും വിളിക്കുകയാണ്. പിന്നീട് പത്രോസ് പറയുകയാണ്, തന്നിൽ വിശ്വസിക്കാത്തവരെ ന്യായം വിധിക്കുന്നവനായിരിക്കുന്ന ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ന്യായം വിധിക്കുന്നവനാണ്. തന്നിൽ വിശ്വസിക്കാത്ത ആളുകൾ കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരും. ഒരു ദിവസം നമ്മൾക്കായിട്ട് നിയമിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കേണ്ട സമയം വരുവാനായിട്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ കർത്താവിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അത് വളരെ ഭയാനകമായിരിക്കുന്ന അവസ്ഥയാണ്. നാം ഒരു ദിവസം കർത്താവ് കാര്യം തീർക്കുന്ന നാളിൽ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരും. ഈ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളെ പറഞ്ഞതിന് ശേഷം കൊർന്നല്യോസിൻ്റെ പ്രതികരണം എന്തായിരുന്നു? കൊർന്നല്യോസിൻ്റെ പ്രതികരണം, അവർ കുടുംബമായി ഈ കർത്താവിനെ സ്വീകരിച്ചു. അവരുടെ രക്ഷകനായിട്ട്, അവരുടെ നാഥനായിട്ട്, അവരുടെ കർത്താവായിട്ട് അവരുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ചപ്പോൾ അവരുടെ ജീവിതം ആകെ മാറിമറിഞ്ഞു. അവർക്ക് രൂപാന്തരമുണ്ടായി. പറഞ്ഞറിയിക്കുവാനായിട്ട് കഴിയാത്ത സന്തോഷം അവരിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവായിട്ട് തീർന്നിട്ടുണ്ടോ? നമുക്ക് ചിന്തിക്കാം. ഈ ക്രിസ്തു നിങ്ങളുടെ സ്വന്തമായിട്ട് തീർന്നിട്ടുണ്ടോ? നമുക്ക് ചിന്തിക്കാം. അങ്ങനെ തീർന്നിട്ടില്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു ദിവസം നാമും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരും. കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ, കർത്താവ് കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലത്തോടെ ഇരിക്കണമെങ്കിൽ ഈ കർത്താവിൽ വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. ഈ കർത്താവ് രക്ഷകനാണ്, അവൻ രക്ഷ നൽകുന്നവനാണ്, അവൻ കൃപ നൽകുന്നവനാണ്, അവൻ നമ്മെ ശക്തീകരിക്കുന്നവനാണ്. ഈ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് ഏറ്റവും മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജന സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കൊർന്നല്യോസിനെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം വളരെ ഭക്തനും ജനത്തിന് വളരെ ധർമ്മം കൊടുത്തവനും പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു എന്നാണ്. എന്നാൽ അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന, നീ പത്രോസിനെ വരുത്തി നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ പ്രകീർത്തിക്കുന്ന സുവിശേഷത്തിൻ്റെ വചനങ്ങളാണ്. ഒരുപക്ഷെ നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഭക്തിയോടെ ജീവിക്കുന്നവരായിരിക്കാം, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. എങ്കിലും മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഈ കാര്യങ്ങളൊന്നും പര്യാപ്തമല്ല. മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുകയും ആ സുവിശേഷത്താൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് വചനത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ അർപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നീതിമാനാണ്, നിഷ്കളങ്കമായിരിക്കുന്ന രക്തമാണ് ക്രൂശിൽ അർപ്പിച്ചത്. എന്നാൽ നാം ഓരോരുത്തരും പാപികളായിരുന്നു. നമ്മുടെ പാപത്തിൻ്റെ അതിക്രമങ്ങളും നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയുമാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഏറ്റെടുത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നോക്കി, കർത്താവെ, അങ്ങ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ അനുഭവിക്കേണ്ട മരണമെന്ന ശിക്ഷയാണ് കർത്താവെ അങ്ങ് ഏറ്റെടുത്തത് എന്ന് വിശ്വസിച്ച് അംഗീകരിച്ച് ആ കർത്താവിനെ കൈക്കൊണ്ട് അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ, അങ്ങനെ സ്വീകരിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവത്തിൻ്റെ മകളുമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല, ആ വിശ്വാസത്താൽ ദൈവം നമ്മെ രക്ഷിക്കുകയും സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ ഇന്ന് തന്നെ ഇങ്ങനെ ഏറ്റുപറയുവാനും രക്ഷിക്കപ്പെടുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ, നന്ദിയോടുകൂടെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, വളരെ ഭക്തിയോടെയും പ്രാർത്ഥനയോ കഴിച്ചും ജീവിക്കുന്ന അനേക ആളുകൾ ഈ ഭൂമിയിലുണ്ട്. എങ്കിലും മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയതായിരിക്കുന്ന ഒരേ ഒരു വഴി കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഈ സുവിശേഷ വചനമാണ് ഇന്ന് പ്രഘോഷിക്കപ്പെട്ടത്. ഈ വചനമാണ് ഇന്ന് കർത്താവെ അനേക ഹൃദയങ്ങളിൽ കേട്ടത്. ഈ വചനത്തോട് അനുസരണം കാണിപ്പാൻ, രക്ഷ പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൽ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവാനും പാപത്തെക്കുറിച്ച് ബോധ്യം വരുവാൻ, മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി.